ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ ഡയറക്ടർ സന്തോഷ് കുമാർ കെആറും മെന്ററും സാമ്പത്തിക വിദഗ്ധനുമായ പി ശിവരാമകൃഷ്ണനുമാണ് ഇന്നത്തെ വാല്യൂ പ്ലസിന്റെ അതിഥികൾ. നാളത്തേക്കുള്ള പാസ്പോർട്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയാറുണ്ട്. When we start from a school level, making them understand what money is, then even finance knowledge is required for non-finance professional also. You know, a doctor also needs to understand how his money is going to be. ഞങ്ങളുടെ ബിഗിനിങ് 3 സ്റ്റുഡൻസിൽ നിന്നാണ്. ഇന്ന് ആഫ്റ്റർ 17 ഇയേഴ്സ് ഓൾമോസ്റ്റ് 5,000 സ്റ്റുഡൻസ് പഠിക്കുന്ന, ഓരോ വർഷവും പഠിക്കുന്ന, ഓൾമോസ്റ്റ് 7 ബ്രാഞ്ചസ് ഉള്ള സ്ഥാപനമായിട്ട് ലോജിക് മാറി. 100 രൂപ 1979 ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 60,000 മാറുകയാണ്. നമസ്കാരം. കേവലം വസ്തുതകൾ പഠിപ്പിക്കുന്നത് മാത്രമാവരുത് വിദ്യാഭ്യാസം, മറിച്ച് മനസ്സിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. പറഞ്ഞിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലുള്ള നിക്ഷേപവും വിദ്യാഭ്യാസ പരിശീലനവും അതീവ പ്രാധാന്യമർഹിക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെയാണ് ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ പിറവി. ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ ഡയറക്ടർ സന്തോഷ് കുമാർ കെആറും മെന്ററും സാമ്പത്തിക വിദഗ്ധനുമായ പി ശിവരാമകൃഷ്ണനുമാണ് ഇന്നത്തെ വാല്യൂ പ്ലസിന്റെ അതിഥികൾ. വെൽക്കം ടു വാല്യൂ പ്ലസ്. സന്തോഷ് കുമാർ, നാളത്തേക്കുള്ള പാസ്പോർട്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയാറുണ്ട്. അതായത് ഇന്ന് നമ്മൾ തയ്യാറെടുത്തെങ്കിലേ നാളത്തെ ലോകത്തെ നമുക്ക് നേരിടാനാവൂ. നാളത്തെ ലോകം നമുക്കായി കാത്തിരിക്കുന്നത് ഇന്നത്തെ തയ്യാറെടുപ്പിലൂടെയാണ്. അപ്പോൾ ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ലോജിക് എന്താണ് കൊടുക്കുന്നത്? ലോജിക് നമ്മൾ 25 ഇയേഴ്സ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമാണ്. എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് എൻട്രി ചെയ്തു. 25 വർഷം മുമ്പ് നമുക്ക് ലോജിക് സോഫ്റ്റ്വെയർ, അതിനുശേഷം വോഫെക്സ്. 2005 ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ബിഗിനിങ്, ഏകദേശം 17 വർഷം മുമ്പ്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് CMA എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് ഓർഗനൈസ്ഡ് ആയിട്ട് എത്തിക്കുന്നത് ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റാണ്. ഞങ്ങളുടെ ബിഗിനിങ് 3 സ്റ്റുഡൻസിൽ നിന്നാണ്. ഇന്ന് ആഫ്റ്റർ 17 ഇയേഴ്സ് ഓൾമോസ്റ്റ് 5,000 സ്റ്റുഡൻസ് പഠിക്കുന്ന, ഓരോ വർഷവും പഠിക്കുന്ന, ഓൾമോസ്റ്റ് 7 ബ്രാഞ്ചസ് ഉള്ള സ്ഥാപനമായിട്ട് ലോജിക് മാറി. വിദ്യാഭ്യാസത്തോടുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ജസ്റ്റ് ക്ലാസ് റൂം സ്റ്റഡീസിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, അക്കാഡമിക്സ് മാത്രമല്ല. ആക്ച്വലി ഒരു സ്റ്റുഡൻറ്റ് ലോജിക്കിലെത്തിയാൽ, ഒരു പേരൻ്റ് ഒരു സ്റ്റുഡൻറ്റിനെ ഞങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു 4 ഡൈമെൻഷണൽ ഗ്രോത്താണ് ഞങ്ങൾ എൻഷുർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 1 ഈസ് പ്രൊഫഷണൽ, 2nd ഈസ് പേഴ്സണൽ, 3rd ഈസ് സ്പിരിച്വൽ, ആൻഡ് 4th ഈസ് സോഷ്യൽ. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ലോജിക്കിൽ 7 പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. CA, ACCA, CMA, CPA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അപ്പോൾ ത്രൂ ബെസ്റ്റ് അക്കാഡമിക്സ്, ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കാം, സ്റ്റുഡൻസ് ഫാക്കൽറ്റി ക്ലബ്ബുകളായിരിക്കാം, റിവിഷൻ ക്ലാസ്സുകളായിരിക്കാം, ആ കോഴ്സ് പാസ്സാവാൻ ആവശ്യമായ എല്ലാ സപ്പോർട്ടും കൊടുക്കുക. ദാറ്റ് ഈസ് പ്രൊഫഷണൽ. 2nd ഈസ് പേഴ്സണൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ ഫ്യൂച്ചർ എൻഷുർ ചെയ്യില്ല. ഈ സർട്ടിഫിക്കറ്റ്സ് വിച്ചെവർ ഈസ് എ പ്രോഗ്രാം, അത് CMA ആവാം, ACCA ആവാം, അത് ഇൻ്റർവ്യൂ ബോർഡ് വരെ എത്തിക്കുള്ളൂ. ആ ഓഫർ ലെറ്റർ, അവിടുത്തെ നമ്മുടെ ജോബ് എൻഷുർ ചെയ്യുന്നത് തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് സോഫ്റ്റ് സ്കിൽസാണ്. ആ സോഫ്റ്റ് സ്കിൽസ് എൻഷുർ ചെയ്യുന്ന പ്രോഗ്രാംസ്, വി ഹാവ് സോ മെനി പ്രോഗ്രാംസ് ലൈക്ക് ഉപായ, ഫണ്ട് ക്ലബ്, സോ മെനി തിങ്സ്. അത് ഈ അക്കാഡമിക്സിനോടൊപ്പം തന്നെ ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതിലൂടെ അവരുടെ ആ പേഴ്സണാലിറ്റി, അവരുടെ സോഫ്റ്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ബെറ്റർ ആക്കാൻ നമ്മളെല്ലാം എഫേർട്ട് കൊടുക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ ഈ ബെസ്റ്റ് ഫാക്കൽറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹിലാരി ക്ലിൻ്റൺ ഒരിക്കൽ ഇന്ത്യയിൽ വന്നപ്പോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഓർക്കുക. ഹിലാരി ക്ലിൻ്റൺ പറഞ്ഞത് ഇന്ത്യയിൽ കാണുന്നത് ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ആ ഒരു സ്ട്രീമിലേക്ക് പോകും, പിന്നെ ഒരു വിഭാഗം സിവിൽ സർവീസ് എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു വിഭാഗമാണ് നാച്ചുറലി അധ്യാപകർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെനേറിയോയിലേക്ക് വരുന്നത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി ഇന്ത്യയിൽ എത്രത്തോളം മെച്ചമുണ്ട് എന്ന് ഹില്ലാരി ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബെസ്റ്റ് ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെന്ന് പറയുമ്പോൾ കൂടുതൽ സമയം അവരുടെ പേരൻസിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് അവരെ ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ എത്രത്തോളം പര്യാപ്തമാണ് ഫാക്കൽറ്റി? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പല ഫാക്കൽറ്റീസും ഒന്നുകിൽ നാഷണൽ ലെവലിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജസ്റ്റ് ടീച്ചേഴ്സ് മാത്രമല്ല, അവർ മെൻറ്റേഴ്സ് കൂടിയാണ്. അപ്പോൾ അവരുടെ
ടോട്ടൽ ഓവറോൾ ഡെവലപ്മെൻറ്റിൽ പൂർണ്ണമായ റോള് ടീച്ചേഴ്സിനുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, ഈ SFC പോലുള്ള പ്രോഗ്രാംസിലൂടെ ഇപ്പം ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഈ 4 ഡയമെൻഷണൽ ഗ്രോത്താണ്. ആ 4 ഡയമെൻഷണൽ ഗ്രോത്തിലൂടെ നാളെ ഒരു പ്രൊഫഷണലായി മാറിയ വ്യക്തി തന്നെയായിരിക്കും ഞങ്ങളൊരു ഫാക്കൽറ്റി, ഫ്യൂച്ചർ ഫാക്കൽറ്റിയായി മാറുന്നത്. അപ്പം ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം, ഈ ഫാക്കൽറ്റിക്ക് നന്നായിട്ട് അറിയാം. സോ ആ ഫാക്കൽറ്റിയുടെ ക്വാളിറ്റിയിൽ, അവരുടെ ഡെലിവറിയിൽ, അവരുടെ മെൻറ്ററിങ്ങിൽ ഒരു കുറവും ലോജിക്കൽ സംഭവിക്കില്ല. To add to that, if I can, I will speak in English. Definitely. എൻ്റെ നാട് പാലക്കാട്, ബട്ട് ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ബോംബെ അല്ലേ, സോ കുറച്ച് മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. സോ ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ദി അതർ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ആർ എൻഷുറിങ് ഇൻ ലോജിക് ഈസ് most when students go to learn in the classroom, they only get the theory of education, finance education. But we are very actively trying to get the industry into the classroom. Practical industry experiences are being brought into the classroom. And most of our faculties are not only teaching, they are also practicing, they are also working with clients. So a lot of the industry comes. So a student gets to actually see what is happening outside the classroom, right? And at the end of the day, we don't want only literate students, we want educated students, right? So we try to ensure that value is brought into the classroom. So I think we have a very good blend of academics and industry, practical experience also. അതെ, ഈ പ്രാഗ്മാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണ് പലപ്പോഴും ഈ ആഫ്റ്റർ എഡ്യൂക്കേഷൻ പലർക്കും ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോൾ ഈ ജീൻ ജാക്വിസ് റൂസോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നേച്ചറിലേക്ക് ഇറങ്ങി കുട്ടികൾ പഠിക്കണം. അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലേക്ക് പോകുന്ന കുട്ടികൾ തിരിച്ച് ഇൻഡസ്ട്രി അവരുടെ ഇടയിലേക്ക് വന്ന് എന്താണോ അവർ ചെയ്യാൻ പോകുന്നത് അതിലൊരു പ്രൊഫഷണൽ ട്രെയിനിങ്. Correct. That's what you mean. Correct. I mean that we get the industry into the classroom so that they get practical examples. Then only a child will be able to understand everything in concept. Otherwise it is just theory. അതെ, PSKയുടെ പ്രൊഫൈൽ ഞാൻ നോക്കുമ്പോൾ ഫൗണ്ടർ ഫിഡലിസ്, അതേപോലെ തന്നെ ഒരു നമ്പർ ഓഫ് കമ്പനീസിൻ്റെ മെൻറ്ററാണ്. അപ്പോൾ ഈ മെൻറ്റർ എന്ന് പറയുന്നതും അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്താണ് ഒരു മെൻറ്റർ ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ പേര് കാണും. സോ ആസ് എ മെൻറ്റർ എന്താണ് ചെയ്യുന്നത്? Very good question. As a mentor, I work with the founders and the promoters of the businesses that I am mentoring and give them a certain kind of direction. When there was a time when Sachin Tendulkar was getting out very often in the cricket pitch. He was trying to bat but get out, and he was not able to understand what is going wrong. I am just not able to score runs. So one day he asked Sunil Gavaskar that, why don't you just watch me play and let me know where I am going wrong. And when Gavaskar watched him play, he said, there is a problem in your stance. Your stance has changed. So let's go back to how your original stance was. Sometimes when we are very close to our work, we don't get to see things that someone who's a little further away gets to. So as a mentor, my role is to guide our promoters, our founders, our entities in growth, in value, because I can get an external perspective to that business that day in and day out when they work, they may miss. So that is a lot of hand-holding that we do. അപ്പോൾ ഒരേ സമയം ഒരു ആൻട്രപ്രണറാണ്, അതേസമയം തന്നെ ഒരു മെൻറ്ററാണ്. അപ്പോൾ ഈ ആൻട്രപ്രണർ എന്ന് പറയുന്ന ആ റോള് ഒരു മെൻറ്റർ എന്ന റോളിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഒരു മെൻറ്റർ എന്ന നിലയിലേക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സിന് കടന്നു വരാനും, ഇപ്പം ഞാൻ ലോജിക്കിന് ആളിനെ കുറയ്ക്കുകയല്ല, പക്ഷെ അങ്ങനെയും ഒരു സാധ്യതയുണ്ട് അല്ലേ? Very, very, very highly possible. Very high, and they go hand in hand. Because you have been an entrepreneur, you know how to mentor entrepreneurs. So they go hand in hand. അതുപോലെ തന്നെ നമ്മൾ ഈ സോഫ്റ്റ് സ്കിൽസിൻ്റെ കാര്യം പറഞ്ഞു. പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഒരു കോഴ്സ് പാസ്സാകും, വളരെ ബ്രില്യൻ്റ് ആയിട്ട് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ കാണും. അതുമായിട്ട് അവരൊരു കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പോകുമ്പോൾ അവർ അവിടെ വളരെ ഹാപ്പിയാണ്, സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കും, അവരുടെ ആ ബ്രില്യൻസിൻ്റെ ബേസിസിൽ അവർക്ക് ജോലി കിട്ടും. പക്ഷേ ഇവർക്ക് ചില സോഫ്റ്റ് സ്കിൽസ് കാണില്ല. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു സോഫ്റ്റ് സ്കിൽ. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്? ആക്ച്വലി ലോജിക്കൽ ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഫസ്റ്റ് ഓഫ് ഓൾ കമ്മ്യൂണിക്കേഷൻ, ബിക്കോസ് ഈ പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ആർ വിത്ത് മൾട്ടിനാഷണൽ കമ്പനീസ്. സോ ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ഇസ് എ ഫാക്ടർ. അപ്പോൾ അതിന് വേണ്ട സ്പെസിഫിക് സെഷൻസ്. ഇത് മാത്രം പോരാ. ഇപ്പോൾ ലോജിക്കൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസാണ്, ഫ്യൂച്ചർ പ്രൊഫഷണൽസാണ്. സോ ദേ ആർ നോട്ട് ഗോയിങ് ടു ബി ഇൻ ദ ക്ലറിക്കൽ പോസ്റ്റ്, ദേ ആർ ഇൻ ദ മാനേജറിയൽ ലെവൽ.
So leadership skills, it's very important. So we have programs which ensure that they take leadership in so many programs. അതേപോലെ തന്നെ ടീം പ്ലേയേഴ്സ് ആയിരിക്കണം, പ്രസൻറ്റേഷൻ സ്കിൽസ് ഉണ്ടാവണം. സോ ഇത് ഇൻ അഡീഷൻ ടു ദിസ് ഇത് മാത്രം പോരാ. ഇന്ന് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഈ സർട്ടിഫിക്കറ്റ്, ദർ മേ ബി ഹൺഡ്രഡ്സ് ഓഫ് ACCA who will be applying for 20 vacancies, or there may be hundreds of chartered accountants or CMAs who apply for 10 or 20 vacancies. ഈ കമ്പനീസ് എങ്ങനെ ഈ CV സോർട്ട് ഔട്ട് ചെയ്യുന്നത്? ആരെയാണ് ആദ്യം ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്? സോ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ലുക്കിംഗ് ഫോർ candidates who have some value additions, who did some value added programs. Maybe SAP ആയിരിക്കാം, അല്ലെങ്കിൽ എക്സൽ നോളജ് ആയിരിക്കാം, പവർ പോയിൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പവർ BI പോലുള്ള പ്രോഗ്രാംസ് ആയിരിക്കാം. സോ വി സപ്പോർട്ട് ദ സ്റ്റുഡൻസ് വിത്ത് ദീസ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ഓൾസോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ CV-യിൽ ഇൻ അഡീഷൻ ടു ദിസ് ക്വാളിഫിക്കേഷൻ, ആ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ACC എന്നുള്ള ക്വാളിഫിക്കേഷനോട് അപ്പുറം ദേ ഡു ഹാവ് ദീസ് സോഫ്റ്റ് സ്കിൽസ് പ്ലസ് they will have some value added programs also. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ആയിരിക്കണം. അതായത് അവരുടെ ഒരു നോളജ്, ഒരു കോഗ്നിറ്റീവ് ഡൊമൈനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ വൈകാരികമായ തലത്തെയും എങ്ങനെയാണ് അവർ സമൂഹത്തെ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതിന് കൂടെ എക്യുപ്ഡ് ആക്കിയിട്ടായിരിക്കും പുറത്തുവിടേണ്ടത് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും they should be fit for the corporate world. Definitely. Not only for the corporate world, നമ്മളെ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, മറ്റുള്ളവരെ നേരിടുമ്പോൾ എങ്ങനെയായിരിക്കണം അവർ എന്ന രീതിയിലായിരിക്കും. PSK ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണല്ലോ. അപ്പോൾ പലപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഞാനും സാമ്പത്തിക ശാസ്ത്രമാണ് പഠിച്ചത്, നമ്മളെല്ലാവരും വളരെ കോൺഷ്യസ് ആണ് പൊളിറ്റിക്കൽ ഹാപ്പനിങ്സിൽ. അപ്പോൾ ഒരു ദിവസം രാവിലെ വി നോ വാട്ട് ഈസ് ഹാപ്പനിങ് പൊളിറ്റിക്കലി ഇൻ ദ കൺട്രി, വി നോ പൊളിറ്റിക്കൽ അലിഗേഷൻസ്. അറ്റ് ദ സെയിം ടൈം വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ബജറ്റ് ഓർ ഇക്കണോമിക് പോളിസീസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ കൺട്രി. അപ്പോൾ വാട്ട് ഈസ് ബജറ്റ്, അല്ലെങ്കിൽ ഒരു ബജറ്റിലെ പ്രൊവിഷൻസ് എന്താണ്, ആ ബജറ്റിൽ പ്രൊവിഷൻ കൊണ്ട് ഒരു കോമൺ മാൻ എന്താണ് പ്രയോജനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു RBI പോളിസി കൊണ്ട് എന്താണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എൻ്റെ EMIയിൽ എത്രയാണ് കുറവ് വരുന്നത്, ഇതൊന്നും, അല്ലെങ്കിൽ GDP അതിലുണ്ടാകുന്ന കുറവ്, അത് എനിക്ക് എംപ്ലോയ്മെൻറ്റ് നഷ്ടപ്പെട്ടതാവാം, മറ്റൊരാൾക്ക് എംപ്ലോയ്മെൻറ്റ് നഷ്ടപ്പെട്ടതാകാം. പക്ഷെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒരു അവബോധം, ഒരു RBI പോളിസി വന്നു കഴിഞ്ഞാൽ അത് കാണാൻ ആരുമില്ല, ഒരു ബജറ്റ് ടെലികാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കാണാനാരുമില്ല, ഒരു ബിസിനസ് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ കാണാനാരുമില്ല. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ്, ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഇന്ത്യക്ക് അനിവാര്യമല്ലേ? അത് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഈ കുഞ്ഞുങ്ങളിൽ കൂടെയെങ്കിലും കൊണ്ടുവരാനൊരു ആ ഒരു സ്ട്രക്ചർ വേണ്ട, അത്തരത്തിലൊരു സിലബസ് ഓറിയൻറ്റഡ് വർക്കിംഗ് ഔട്ട് വേണ്ടേ? കറക്റ്റ്, യു ആർ ആബ്സല്യൂട്ട്ലി സ്പോട്ട് ഓൺ. The financial literacy has to grow in the country. You know, some school syllabuses have literature, English, right? And you study history, you study geography, you study science. But there is not even a little part of studying commerce or we business. study sin theta and cos theta, which is not applicable anywhere. Correct. But a little introduction, not that they need to be finance experts, but a little introduction to understanding finance and money is so important. Now, the other thing is that we would like to, I would like to say here is, one of the things that we do when we train our children, when we teach our children, is a lot of this financial literature that you speak of with the budgets, the GDP, the economic policy, they are all for economists and for financial experts. But we teach children to be able to decipher that to common man's language. At the end of the day, that is what finance professionals need to do. We need chartered accountants telling homemakers how they can make more money. We need finance professionals telling society at large how a policy is affecting them or not affecting them. So we will reach to that. But we will reach to that over a period of time. When we start from a school level, making them understand what money is, then even finance knowledge is required for non-finance professional also. A doctor also needs to understand how his money is going to be. So I think it's a process, and if there are more people who are aware of this question, I think that awareness will build faster. But definitely it's a need of the hour. We know students are learning economics at school level. But at the same time, this type of a classification, അങ്ങനെ ഒരു സിലബസിൻ്റെ പാർട്ടായിട്ട്, ഒരു കരിക്കുലത്തിൻ്റെ പാർട്ടായിട്ട് ഇവരെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു, അതിലെ ഈ കോംപ്ലിക്കേറ്റഡ് ടേംസ് ഒക്കെ എത്രയും സിംപ്ലിഫൈഡ് ആയിട്ടൊരു സാധാരണക്കാരനിലേക്ക് എത്തിക്കാം. ഇത് എങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങളും നിങ്ങളെ ബാധിക്കുന്നത്, അത് നമ്മളെ ബാധിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഇൻട്രസ്റ്റഡ് ടു ലേൺ ദാറ്റ്, അല്ലേ? അപ്പോൾ ഒരു സിലബസ് അതിന് വേണ്ടേ, അത്തരത്തിലൊരു സ്ട്രക്ചേർഡ് കാര്യം ചെയ്യാൻ ആരെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കട്ടെ. We have in Logic School of Management, we have designed a very unique program for the first time, I think, in the country, if I should say, which is called Money Matters.
And we are trying to introduce this at the 8th level and 9th level and 10th level for students. And these are simple things that need to know at their level. We are also designing programs for homemakers. We are designing programs for doctors, for lawyers, for non-financial professionals. Also, you know, making money is one thing, which all professionals are doing, but keeping money is another thing. Right? So these kind of courses also help them understand it is not enough to make, for you to work to make the money. It's also important for the money to work for you at a later stage of time. So we are building that process up. We have a whole section which we are mentoring, talking about, to discuss about how to make non-financial professionals finance literate. So if we I are can add working one on sentence there. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫേസ് ചെയ്തത് കോവിഡ് പീരീഡിലായിരുന്നു. There was so many suicide and again so many went into depression the moment അവരുടെ ഇൻകം സ്റ്റോപ്പ് ആയപ്പോൾ. ബട്ട് if we had a proper education on this finance side, money management, ഇത് സംഭവിക്കില്ലായിരുന്നു. ആൻഡ് സെക്കൻഡ് തിങ്, എനിക്ക് ഒരു പോയിന്റ് കൂടെ ഇവിടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ നമ്മുടെ മക്കളെ അടക്കം പഠിപ്പിക്കാൻ എന്താണ്, നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി വാങ്ങിച്ചോണം. Why don't we think about some entrepreneurship? ഇപ്പോൾ ആ ഒരു ചിന്ത കുട്ടികളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി വിടണമെങ്കിൽ ഈ ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റിനെ പറ്റി ഫിനാൻസ് എഡ്യൂക്കേഷൻ നമ്മൾ ചെറിയ പ്രായത്തിൽ കൊടുത്തിരുന്നെങ്കിൽ we could create lot of entrepreneurs also in our country. Just employees മാത്രമല്ല. That is another possibility of this finance education. എനിക്കൊന്ന് PSK പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ യങ് ഏജിൽ വളരെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നു. പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നീട് ആ പൈസ നമുക്ക് വേണ്ടി ജോലി ചെയ്യണം. ഒരു കാലത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതെ. അപ്പോൾ ആ പൈസ നമുക്ക് വേണ്ടി ജോലി ചെയ്യണമെങ്കിൽ ഈ പൈസ കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വേണ്ടിയിട്ട് ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ വേണം. അതായത് ഈ പറഞ്ഞതുപോലെ ഹോം മേക്കേഴ്സ്, വീട്ടിൽ പേരൻസിന് എഡ്യൂക്കേഷൻ വേണം. ഈ കുട്ടികൾ മാത്രമല്ല, ആ കുട്ടികൾ ചെയ്യുന്നത് ശരിയാണെന്ന് പലപ്പോഴും കുട്ടികളൊരു ഫിനാൻഷ്യൽ പ്ലാനിലേക്ക് പോകുമ്പം പേരൻസ് പറയുന്നത് നീ പോയി കുറേ വസ്തു വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ നീ പോയി അത് ചെയ്ത് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ റോങ് പ്ലാൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ടോട്ടൽ ഒരു ഫാമിലിക്ക് തന്നെ ഡെഫിനറ്റ്ലി ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഒക്കെ പലിശ നിരക്ക് പറഞ്ഞൊക്കെ പലരും അറിയുന്ന പോലും ഇല്ല. 4.55%. അതെ. ബട്ട് ഇഫ് വി അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് 1979 വിത്ത് 100 ഇൻഡെക്സ് പോയിന്റ്. ഇന്ന് ആഫ്റ്റർ 32 years അത് 60,000 വരെ പോയിന്റ്സ് വരെ എത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാർക്കറ്റ് ഗ്രോൺ 600 times. 100 രൂപ 1979 ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 60,000 മാറുകയാണ്. ഹൗ മെനി ഓഫ് ദം ആർ അവെയർ അബൌട്ട് ദിസ്? എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഓടിപ്പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനല്ല. ഡെഫിനറ്റ്ലി ഓരോ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ്, അതേപോലെ ടെക്നിക്കൽ അനാലിസിസ് ഇതൊക്കെ നടത്തിയിട്ട് ഒരു പ്രോപ്പർ സ്റ്റഡി നടത്തിയിട്ട് ഇഫ് വി ഗോ ഫോർ ദീസ് ടൈപ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക്. അതെ അതെ, നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ റോയൽ എൻഫീൽഡ് ബൈക്ക് മേടിച്ച ഒരാൾ ആ സമയത്ത്, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് മേടിക്കുന്ന ആ പൈസ ഏഷ്യറിൻ്റെ ഷെയറിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ അയാളുടെ റിട്ടേൺ എന്ന് പറയുന്നത് ചിലപ്പം ഒരു BMW കാർ മേടിക്കാനുള്ള പൈസയായിരിക്കും. പക്ഷേ പലർക്കും അറിയില്ല. പക്ഷെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കമ്പനിയുടെ ഭാഗമാണ്. പിന്നെ നമുക്ക് ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ളതുപോലെ ഒരു ടെൻഷൻ നമുക്കുണ്ട്. ഇവരുടെ ഫണ്ടമെൻ്റൽസ് എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു മാർക്കറ്റിലെ പോക്ക് എങ്ങനെയാണ്. അപ്പോൾ ആ കമ്പനി ഡയറക്ടർ ആശങ്കപ്പെടുന്ന പോലെ തന്നെ നമ്മളും വീട്ടിൽ നിന്ന് ആശങ്കപ്പെടും, അയ്യോ ഈ കമ്പനി രക്ഷപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അത്തരത്തിലൊരു കാര്യം വരണമെങ്കിൽ ഈ പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് കോഡ് വന്നെങ്കിലേ പറ്റൂ. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ് ഇൻ ദാറ്റ്. അപ്പോൾ അത് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് വരട്ടെ, എല്ലാ കുടുംബങ്ങളിലേക്കും അതെത്തട്ടെ. അതൊരു ക്യാമ്പയിനായിട്ട് തന്നെ ചെയ്യണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. It is the need of the hour. You know, I always feel we are still a very young country. We have only had 75 years of independence. We have grown young. Today is when we are seeing a globalized scenario. We are seeing the kind of money that is coming in. So I think it's the right time for us now to start teaching our children and non-finance people also that how finance is very critical for your day-to-day life. I think that will alone give financial security of the future. Definitely, for each one. Correct. അതുപോലെ തന്നെ നമ്മൾ ഈ CA എന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവൽ നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ അതിനകത്തൊരു നീട്ടെഴുത്ത് കേശവപിള്ളയുണ്ട്. അപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിലെ കണക്കെഴുത്തും അതുപോലെ തന്നെ പല കാര്യങ്ങളും. അപ്പോൾ ഈ കണക്കെഴുത്തുകാർ എന്ന് പറയുന്ന ആ ഒരു ഗണത്തിലേക്കാണ് പലപ്പോഴും CAക്കാർ ഒതുക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവരുടെയും വിചാരം CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ലയബിലിറ്റി, കമ്പനിയുടെ കുറേ കണക്കുകൾ നോക്കുന്നു, അവർക്ക് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നു, ഇത്രയുമാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഓഹരി വരുമ്പോൾ അതിൻ്റെ IPOയുടെ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ളൊരു പവർ, അതുപോലെ തന്നെ ഈ പറയുന്ന കമ്പനിയുടെ
മേജേഴ്സ് അല്ലെങ്കിൽ ഏറ്റെടുക്കലുകൾ, റിലയൻസ് ഇൻഡസ്ട്രീസ് കിഷോർ ബിഹാരിയുടെ ഫ്യൂച്ചർ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അതുപോലെ ടാക്സേഷൻ ബ്രെയിനാണ്. അതുപോലെ ഒരു കമ്പനിയുടെ ഒരു കണക്കുകൾ അത് റിലയബിൾ ആണോ എന്നറിയുന്നത് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ഒരു കരുത്തെന്ന് പറയുന്ന ഒരു CA കാരനാണ്. അപ്പോൾ എപ്പാർട്ട് ഫ്രം ഈ ഒരു കണക്കെഴുത്ത് പിള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ചെയ്യാൻ പറ്റുന്നത്? I think as a rank holder in CA, he will be able to answer. I will answer that question telling you that it is not just CA. It is a CA or a CPA or a CMA or a ACCA. Each of them today Any do those roles. finance So from making a budget to internal controls to systems to valuations to HR. Yeah. Even human resource recruitments are based on HR budgets, which is made by finance professionals only. Like, even an HR recruitment, HR does the recruitment, but the budget is also given by the finance head only, that this is my budget under which I need this employee. Correct? So everything. I always say that the finance profession is like blood in the human body. It goes everywhere. So if you look at an organization, then this blood is everywhere, in every department. A decision whether to put one free, I will give one product and give one free, is also a finance decision. So it is all pervading as far as the industry is concerned or as far as the environment is concerned. So every role, the traditional role was accounting, right? Traditionally. But even accounting today has changed its role. Accounting has become reporting. There are so many things that we make in a financial report today that tells a shareholder and other people what all is happening in the entity. From corporate governance to sustainability reports to environmental awareness to social responsibilities. Everything is covered in that field. So when you study to be a finance professional, I think you study the whole gamut. And then based on the interest of the student, he decides where I should become an expert. So there are some people who choose valuation as an expert, some people choose treasury, some people choose investment banking. Tax. But everything opens up. Taxation, indirect taxation. So everything opens up if you go through the gamut of professional. അതെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഈ CA കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു അക്കൗണ്ടൻസി They're not just in employment. അതെ, എംപ്ലോയ്മെന്റ് മാത്രം ഒരുപാട് പല ഓപ്പർച്യൂണിറ്റീസ്. സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സ് ഫൈനാൻസ് പ്രൊഫഷണൽസ് ആണ്. ആൻഡ് അഗെയിൻ ദേ ഹാവ് പ്രാക്ടീസിങ് പോസിബിലിറ്റീസ്. ശരിക്ക് ഈ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ് പ്രൊഫഷണൽസിന് സപ്പോർട്ടില്ലാതെ ഏതൊരു ഓർഗനൈസേഷനാണ് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്നത്? ആക്ച്വലി ഇല്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും ഈ പറയുന്ന ഈ ഒരു ലിമിറ്റഡ് സ്കോപ്പ് അല്ലാതെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അദ്ദേഹം തന്നെ യു ഹാവ് ഓതേർഡ് എ ബുക്ക് ഓൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, റൈറ്റ്? അപ്പോൾ അത്തരത്തിൽ ഒരു CFO ആകാം, ടാക്സേഷനിൽ സ്പെഷ്യലൈസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ പല കുട്ടികൾക്കുമുള്ളൊരു കൺഫ്യൂഷനാണ് ഈ കണക്കെഴുത്ത് എന്നതിലുപരിയായിട്ട് ഏതൊക്കെ ഒരു പ്രൊഫഷണൽ റോൾസ് ആണ് അവർക്കുള്ളത്? ഓക്കെ, in case of a company, the topmost, the CFO. അപ്പോൾ അതിന് താഴെ ഒരു കമ്പനിയുടെ ഫൈനാൻസ്, അക്കൗണ്ടിങ്, ടാക്സേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ സീനിയർ പോസ്റ്റുകളിൽ ഇരിക്കുന്നതെല്ലാം ഫൈനാൻസ് പ്രൊഫഷണൽസാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലുള്ള ഫിനാൻസ് പ്രൊഫഷണൽസാണ്. ദെൻ ഈ റോളുകളിലേക്ക് വരുമ്പോഴത്തേക്കും ബഡ്ജറ്റിങ്ങിൽ, കൺട്രോളിങ്ങിൽ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സേഷനിൽ, ഈ പറയുന്ന ഫിനാൻസ് ഫങ്ഷൻസിൽ, ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റിങ്ങിൽ, ഇൻ ഓൾ ദീസ് ഏരിയാസ് വി നീഡ് ദ സപ്പോർട്ട് ഓഫ് ഫിനാൻസ് പ്രൊഫഷണൽസ്. ഈ ഓഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഓഡിറ്റിംഗ് കമ്പനിയാണല്ലോ ഫിഡലിസിൻ്റെ ഫൗണ്ടറാണല്ലോ. അപ്പോൾ പലപ്പോഴും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ബജറ്റ് പറയുന്നു. പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തിക്ക് ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ബജറ്റ് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ 1 കോടി രൂപയുടെ ഒരു ബജറ്റ് നമ്മൾ പറയുന്നു, അതിനുശേഷം സിനിമ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് 7 കോടി രൂപയാകുന്നു, ഇദ്ദേഹം കടക്കാരനാകുന്നു, പലപ്പോഴും പല സാധനങ്ങളും വിറ്റ് തൊലയ്ക്കുന്നു. അപ്പോൾ ഈവൻ ഒരു ഫിലിമിൻ്റെ ബാക്കിൽ പോലും ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നതിൽ ഈ പറയുന്ന ഓഡിറ്റർ ഒരു ഇമ്പോർട്ടൻറ്റ് റോളില്ല. Very important. FIDELIS Management Consulting, which earlier we used to run it in my own name called Prasad Shivaram Krishnan and Associates. Later we converted to a company, started in Bollywood. And we started with the telefilm industry. അവിടെ ഫസ്റ്റ് നമ്മുടെ ക്ലയൻറ്റ് ബാലാജി ടെലിഫിലിംസ്, അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഇൻഡസ്ട്രി ഒരു പെക്യൂലിയർ ഇൻഡസ്ട്രിയാണ്, ഈ ഫിലിം ഇൻഡസ്ട്രി. ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ദേ ഡോണ്ട് നോ.
they don't know selling price. They don't know whether the film will do well or not do well. That determines the selling price. Like normally when we are doing any other products, we know what the selling price is, you know what the cost is, and then you know profit. Even a selling price is absent ആണ്. Because how will customers rate a movie, how will they see, അത് പറയാൻ പറ്റില്ല. So everything is blind. They play blind as far as the selling price is concerned. But cost is the only controllable feature in the industry, at this industry. So we set up an auditing system to be able to control the costs without compromising on the creativity of the film, because the creativity is a very important part for a filmmaker. So for that creativity, what is the optimum level of budget or cost that can happen? And we are today at a stage where we are perhaps doing so many clients. Netflix we do Amazon, a lot of films in Bollywood, in South, everything is being done by us. And we basically ensure that the producer does not look at an overrun of costs. So that's a niche area, film production, which is today doing pretty well in terms of it's become a best practice in the film industry. അതുപോലെ തന്നെ പലപ്പോഴും ഈ അക്കൗണ്ടൻസി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ പേരൻസിന് ഒരു മിഥ്യാധാരണയുണ്ട്, എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഞാൻ നേരത്തെ ഒരു അധ്യാപികയായിരുന്നു, എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്കൊരു CA കാരനാകണമെന്ന് പറയുമ്പോൾ അവൻ്റെ ഫാദർ പറയുന്നത് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത നീ എങ്ങനെയാണോ CA കാരനാകുന്നത്? അപ്പോൾ ഗാർഡനറിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, ലോജിക്കൽ ഇൻ്റലിജൻസ്, അരിത്തമെറ്റിക് ഇൻ്റലിജൻസ്, സ്പേഷ്യൽ, മ്യൂസിക്കൽ, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും ധാരണ എന്തോ ഒരു പ്രത്യേകതരം ഇൻ്റലിജൻസ് ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ CA കോഴ്സസ് എന്നാണ്. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഈവൻ BCom 55% കിട്ടാഞ്ഞിട്ട് ഫൗണ്ടേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്ന ഒരു സ്റ്റുഡൻ്റ് അല്ല, സോ മെനി സ്റ്റുഡൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻസായി മാറിയിട്ടുണ്ട്, CMAs ആയി മാറിയിട്ടുണ്ട്, CMAക്ക് റാങ്കോടുകൂടി പാസ്സായിട്ടുണ്ട്. സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇൻ്റർമീഡിയറ്റും ഫൈനലും റാങ്കോടുകൂടി പാസ്സായ സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടെ എക്സ്ട്രാ ഇൻ്റലിജൻസിൻ്റെ ആവശ്യമില്ല, ആവറേജ് ആയാൽ മതി. നമ്മൾ ആവറേജ് ആവാൻ പാടുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏതൊരു ശരാശരിക്കാരനെ കൈ തന്നാലും 101% ഒറ്റ കാര്യം, നമ്മുടെ ഒരു നോർമൽ പ്രാക്ടീസ് എന്താണ്? ടുഡേ വി വർ ഇൻട്രാക്ട് വിത്ത് സം സ്റ്റുഡൻസ്. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ നഴ്സറി ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഇന്ന് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ബട്ട് 10th പഠിച്ച കെമിസ്ട്രിയിൽ പഠിച്ച ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഈവൻ BCom ടൈമിൽ പഠിച്ച പല തിയറീസും എക്കണോമിക്സിൻ്റെ ടോപ്പിക്സ് ആയിരിക്കാം, വി ഡു നോട്ട് റിമെമ്പർ ദം നൗ, അല്ലേ? കാരണം എന്താ, അവിടെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിരുന്നു. കേട്ടത് മാത്രമല്ല, നമ്മളത് റിപ്പീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ 10th അല്ലെങ്കിൽ 12th ഈ ഡിഗ്രിയുടെ പോർഷൻസ് നമ്മൾ മറന്നു പോകുന്നത് എക്സാമിനേഷൻ പാസ്സാവാൻ വേണ്ടി പഠിച്ചതാണ്. എപ്പോഴാണ് പഠിച്ചത്? എക്സാമിനേഷൻ 1 week ബാക്ക്, 2 weeks ബാക്ക്. ഈ ഒരു അപ്രോച്ചോടുകൂടി ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ മേ ബി ഹി മേ ഫേസ് ദ സെയിം എക്സ്പീരിയൻസ്, ബാലികാമലയായി മാറാം. വാട്ട് വി സജസ്റ്റ്, ഒരു സ്റ്റുഡൻറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസി സിലബസ് കുറച്ച് വാസ്റ്റാണ് തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഓരോ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആവാൻ പഠിക്കുകയാണ്. കോസ്റ്റിങ്ങിലാവാം, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാവാം, ഓഡിറ്റിങ്ങിലാവാം. സോ ഹിയർ വി നീഡ് എ സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷൻ. നമ്മളെപ്പോഴും കുട്ടികളോട് പറയാറ് ഒരു സെൻറ്റൻസ് ഉണ്ട്, റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് പ്രിപ്പറേഷൻ വിൽ എൻഷുർ യുവർ സക്സസ്. I would say CA is not about intelligence, it's about dedication. Definitely. To sum up what he said, just dedication. You don't need to study 18 hours a day. You need to study 1 hour for 18 months. That will give you better result than studying only 18 hours a day. So it's that dedication that will see you as a good finance professional. So അതാത് ദിവസം പഠിപ്പിക്കുന്ന ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് മുന്നേറുക. അല്ലാണ്ട് എക്സാമിനേഷൻ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ 1 week കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പോസിബിലിറ്റി റെയറാണ്. വൺസ് ഹു ഡു ഇറ്റ് ഓൺ എ റെഗുലർ ബേസ്, ഡെയിലി പ്രാക്ടീസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വാക്ക് പറഞ്ഞത്, ഡിസിപ്ലിൻഡ് റിപ്പീറ്റഡ് പ്രിപ്പറേഷൻ. By the way, madam, just to tell you, in my school and college, I was only an average student. And I was never good at mathematics. So I always thought that I will never be able to do CA, because somewhere we always connect maths with CA, but you realize that CA is not about maths at all. അക്കൗണ്ടൻസി
മാത്സാണെന്ന് തെറ്റിദ്ധാരണയുള്ളവർ. ഉണ്ട് ഉണ്ട്. But you realize it's not about it. And in CA I got ranks, so it is not about that at all. അതെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതും ലോകത്തിലേക്ക് ഇറക്കുന്നതും സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എല്ലാവരും സക്സസിനെ കാണുന്ന ഓരോ രീതിയിലാണ്. വളരെ ക്രിസ്പായിട്ട് ഹൗ ഡു യു ഡിഫൈൻ സക്സസ്? ഇതുവരെ ചോദിച്ചതിൽ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റൻ അത്. സക്സസ്. കാരണം ഒരു വ്യക്തികളും ഇപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നൊരു ടേമല്ല, അത് വ്യക്തിപരമാണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിലൊരു പർപ്പസ് ഉണ്ടാവും അല്ലേ? ആ പർപ്പസ് നമ്മൾ ഒരു ദിവസം കൊണ്ടോ ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ 10 വർഷം കൊണ്ടോ നമ്മൾ കണ്ടെത്തണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ എയിമായിരിക്കില്ല നാളത്തേത്. സോ വൺസ് നമ്മൾ ആ പർപ്പസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് എത്തുക, സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ഈ അപ്പ് ആൻഡ് ഡൗൺസ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്. അപ്പോൾ ആ സന്തോഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ കർമ്മത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ മീ ഞാൻ പറയുന്നത് സക്സസ് ആണ്. Same question to me. For me, success is about being able to come back after a failure. Whether it is in career or relationships or life, to be able to get back up when you're down. I think individually that is success for every person. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം വാല്യൂ പ്ലസിനോടൊപ്പം ചെലവഴിച്ചതിന്. ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ആയുധമാണ് വിദ്യാഭ്യാസം. അത്തരത്തിൽ നിങ്ങളെ എക്യുപ്ഡ് ആക്കുന്ന വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ ബജറ്റിൽ പോലും വിദ്യാഭ്യാസത്തിന് നല്ലൊരു തുക മാറ്റിവെക്കാൻ നമ്മുടെ സർക്കാരുകൾക്ക് തോന്നട്ടെ. വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ ലോകത്തെ മാറ്റിമറിക്കട്ടെ. വാല്യൂ പ്ലസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.